സർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പണമിടപാട് കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുമതി നേടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിനിടയ്ക്ക് പല നേതാക്കളും പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഈ കേസ് ശരിയല്ല എന്നൊക്കെ പറയുന്നു. അതെന്താ അങ്ങനെ ഒരു നിലപാട്? രാഷ്ട്രീയ പ്രേരിതമല്ല, അങ്ങനെയാണോ? ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് എങ്ങനെയായാലും ബന്ധം വരുന്നത്? ഒന്നിലധികം നേതാക്കൾ പറഞ്ഞു. എക്സാലോജിക്കിന്റെ പേര് സിനുജി പറഞ്ഞു. അതിൻ്റെ അകത്ത് മറ്റേ CMRL ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് കൊടുക്കാത്ത സേവനങ്ങൾക്ക് 2.70 കോടി രൂപ വീണ തൈക്കണ്ടി കൈപ്പറ്റിയതാണ് ഈ പ്രശ്നം. അതായത് ഒരു സേവനവും നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ടില്ല, പക്ഷെ അവിടുന്ന് 2.5 കോടിക്ക് മേലെ പറ്റുന്നു. അത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ളതാണ്. അപ്പൊ വീണ തൈക്കണ്ടിലിന്റെ പിതാവ് മുഖ്യമന്ത്രി ആയതുകൊണ്ട് കിട്ടി എന്നുള്ളതാണല്ലോ സംഭവം. അത് അങ്ങനെ മറ്റേ സെറ്റിൽമെന്റ് ബോർഡ് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. സംഭവം എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആലുവയിലെ ഓഫീസ് CMRLന്റെ ശശിധരൻ കർത്തായുടെ അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോൾ കുറേ വിവരങ്ങൾ കിട്ടി. അവിടുത്തെ ഫിനാൻസ് ഓഫീസർ, ഫിനാൻസ് മാനേജർ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ അവരുടെ മൊഴി കിട്ടി. ആ മൊഴിയിൽ അനുസരിച്ചിട്ടാണ് ഈ മാസപ്പടി എന്ന് പറഞ്ഞ സംഗതി വന്നത്. ഓരോ മാസവും ഇത്ര രൂപ ചില ആളുകൾക്ക് കൊടുക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ എക്സാലോജിക്കിന്റെ വീണ തൈക്കണ്ടിയിലാണ്. വീണ ടി ഈ പൈസ സ്ഥിരമായി എല്ലാ മാസവും കുറക്കാലത്തേക്ക് കിട്ടിയിരുന്നത് 2.70 കോടി വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മൊഴികളുണ്ട്. ആ മൊഴികൾ വന്നത് ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലാണ് ഇവരുടെ പേരൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ഇൻകം ടാക്സ് റെയ്ഡ് കിടക്കുമ്പോൾ ED പിന്നീട് ഇടപെടുന്നത് പോലെ കുറേ വിവരം കിട്ടുമ്പോൾ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇതിൽ ഈ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. മൊഴി, ഈ മാസപ്പടി കൊടുത്തത് ഈ വീണ എന്നുള്ള പേര്, PV എന്ന് പറഞ്ഞ പേരുമൊക്കെ ഉണ്ട്. അതെ, പഴയ മണിച്ചന്റെ മാസപ്പടി പോലെയാണ്. കുറെ ആളുകളുടെ പേരുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ വേറെ കമ്പനികളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. എംപവർ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, ശശിധരൻ കർത്തായുമായി ബന്ധപ്പെട്ട ആളുകളുടെ തന്നെ എംപവർ. പിന്നെ ശശിധരൻ കർത്തായുടെ ഒരു മരുമകൻ അല്ലേ, അതെ, കുറെ കോടികൾ കോൺട്രാക്ട് 13 കോടി രൂപയോളം കൊടുത്തതായിട്ടുള്ള വിവരങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പല കേസുകൾ ഇതിൻ്റെ അകത്ത് വരാനുണ്ട്. 182 കോടി രൂപയുടെ വേറെ ഈ മാലിന്യം നീക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജമായിട്ട് എഴുതി വെച്ചിട്ട് രാഷ്ട്രീയക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും വേറെ ആളുകൾക്കും ഒക്കെ കോഴ കൊടുത്തൊരു 182 കോടി രൂപയുടെ കേസ് അത് വേറെ വരാനുണ്ട്. അതിലേക്ക് കയറിയിട്ടില്ല. ഇതിപ്പോ കമ്പനി കോർപ്പറേറ്റ് വഞ്ചനയുണ്ടല്ലോ, ആ കേസ് മാത്രം മതിയോ മറ്റേതും കൂടി എടുക്കണോ എന്നുള്ളതൊക്കെ രാഷ്ട്രീയ തീരുമാനമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് ആളുകൾ അതിൽ ഇൻവോൾവ് ആയി വരുമല്ലോ. അങ്ങനെ അതിൻ്റെ അകത്ത് ചിലപ്പോൾ BJP-ക്കാരും ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അങ്ങനെ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ വന്നിട്ടുള്ള വിവരം, ഇപ്പൊ സെറ്റിൽമെന്റ് ബോർഡ് വീണയെ കേട്ടില്ല എന്നൊക്കെ ഇവിടെ അവര് പാർട്ടിക്കാർ പറയുന്നുണ്ട്. സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് മറ്റേ ശശിധരൻ കർത്ത കൊടുത്ത ഒരു കേസാണല്ലോ അവര് കൊണ്ടുപോയത്. അതിൽ മറ്റവരെ കേൾക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം അവർക്കെതിരായ കേസിൽ അല്ലല്ലോ അത്. അല്ല, സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ ഇളവൊക്കെ ചോദിച്ചു പോയ കേസാണ്. ഞങ്ങൾക്ക് ടാക്സിൽ നിന്ന് ഇളവ് വേണം, ടാക്സ് പാടില്ല, ഇത് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് കർത്താവ് പോയ ഒരു കേസല്ലേ അത്. അതിൻ്റെ അകത്താണ് ഈ പരാമർശങ്ങൾ വന്നത്. അപ്പൊ അതിൽ കേൾക്കാനൊന്നുമില്ല. ഇനി കേൾക്കാൻ സമയമുണ്ടല്ലോ ഇനി ധാരാളം. അപ്പോൾ അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ മറ്റേ SFIO നമ്മുടെ കമ്പനി കാര്യം മന്ത്രാലയത്തിന്റെ കീഴിലാണ്. അവർക്ക് വിട്ടു, ഒരു സമയമൊക്കെ നിശ്ചയിച്ചു. അവർ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തി. അതിൻ്റെ അകത്ത് ആദ്യം 1.70 കോടി എന്ന് പറഞ്ഞത് ഇപ്പൊ 2.70 കോടി ആയിട്ടുണ്ട്. കാരണം ഇതിൽ എംപവർ എന്ന് പറഞ്ഞ ഈ കമ്പനിയിൽ നിന്ന് വീണ വിജയന് കിട്ടിയ പണവും കൂടി വന്നു. അപ്പൊ 2.7 കോടിയായത് വന്നത് 2 കമ്പനികളിൽ നിന്നുള്ള വരുമാനം, അവർക്കുള്ള വരുമാനം. ഏത് പ്രത്യേകിച്ചൊരു പണിയും ചെയ്ത് കൊടുക്കാതെ അങ്ങനെ ആണ് അതിപ്പോൾ വന്ന് നിൽക്കുന്നത്. അത് എറണാകുളത്താണ് മറ്റേ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത്. സാമ്പത്തിക
കുറ്റങ്ങളുടെ കോടതിയിൽ അത് ഏതാനും ദിവസത്തിനകം അത് ഫയൽ ചെയ്യും. കാരണം പ്രോസിക്യൂട്ട് ചെയ്യാമെന്ന് തീരുമാനമായതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SFIയുടെ നടപടികൾ സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ടുപോയിട്ടൊരു കേസ് കൊടുത്തിരുന്നു കർത്ത. ആ കേസ് കേട്ടുകൊണ്ടിരുന്ന ജഡ്ജിക്ക് കഴിഞ്ഞ ദിവസം ട്രാൻസ്ഫറായി. പുതിയ ജഡ്ജി വന്നിട്ട് ഇനി ആദ്യമ വാദം കേൾക്കുകയൊക്കെ വേണം. പക്ഷെ കഴിഞ്ഞ ദിവസം സ്റ്റേ ഇല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. SFIയുടെ അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. അപ്പോൾ അത് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്റ്റേ ഇല്ല എന്നുള്ള വിവരം വന്നപ്പോഴാണ് ഈ കൂടുതൽ വിവരങ്ങൾ. അതിൽ തന്നെ ഈ സമ്മറി ഭാഗമുണ്ടല്ലോ, ആ സമ്മറി പോർഷൻ മാത്രമേ ലീക്ക് ചെയ്തു വന്നിട്ടുള്ളൂ. അല്ലാത്ത ഭാഗത്ത് ഈ സമ്മറി പോർഷനിൽ ആ കോളമൊക്കെ വരച്ചിട്ട് ആളുകളുടെ പേരുമൊക്കെ പറയുന്ന ഈ കോടതി വിധികളിലെ അവസാനത്തെ ഓപ്പറേറ്റീവ് പാർട്ട് എന്ന് പറയില്ലേ, അവസാനം നമ്മൾ പത്രപ്രവർത്തകർ നോക്കുന്ന അവസാനത്തെ 5-6 പേജ് ആയിരിക്കുമല്ലോ, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ആളെ ശിക്ഷിക്കുന്നു എന്ന് പറയുന്നത്. ആദ്യ ഭാഗത്ത് കുറെ കാര്യങ്ങൾ പറയുമല്ലോ, അത് ലീക്ക് ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്ത് ഒരുപാട് വിവരങ്ങൾ ഈ 182 കോടിയെ പറ്റി പറയുന്നുണ്ടെന്നാണ് അറിവ്. ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളും ഒക്കെ അതൊക്കെ നേരത്തെ തന്നെ കേന്ദ്രത്തിന് കിട്ടിയിട്ടുള്ളതാണ്. അതും കൂടി കേസാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടി വരും. ചിലപ്പോൾ കുറെ രാഷ്ട്രീയ പാർട്ടികൾ ശുദ്ധീകരിക്കാനും ഒക്കെ പറ്റും അങ്ങനെ. അപ്പൊ ഇനി ഇതിൻ്റെ അകത്ത് ആദ്യം പാർട്ടി എടുത്ത നിലപാട് എന്താണ്? ആദ്യം പാർട്ടി എടുത്ത നിലപാട് കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പത്രസമ്മേളനം ഓർക്കുന്നില്ലേ, പഴയത് ബിനീഷ് കോടിയേരിക്കെതിരായ കേസ് എന്ന് പറയുന്നത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടതല്ല. അവനെതിരെ എത്ര വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, അവനെ ശിക്ഷിച്ചോട്ടെ എന്നുള്ള നിലപാടാണ്. അത് അത്യാവശ്യം കയ്യടി കിട്ടിയ നിലപാടുമാണ്. അതിന്റെ കൂട്ടത്തിൽ അത് പറഞ്ഞത് എന്തുകൊണ്ടാണ് കോടിയേരി അതിന്റെ കൂട്ടത്തിൽ ഇത് പറഞ്ഞു ഇല്ലേ? അത് കഴിഞ്ഞ് ഗോവിന്ദനും ആവർത്തിച്ചുകൊണ്ടിരുന്നു 2 കമ്പനികൾ തമ്മിലുള്ള കേസാണിത്, ഇതിന് പാർട്ടിയായിട്ട് ബന്ധമില്ല. ആദ്യം അങ്ങനെയായിരുന്നു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞെങ്കിൽ അതാണ് നിലപാടെങ്കിൽ ഇതെങ്ങനെയാണ് രാഷ്ട്രീയ പ്രേരിതമാണ് ആവുന്നത്? പിന്നീട് നിലപാട് മാറ്റി, മലക്കം പറഞ്ഞു. ഇപ്പൊ നിലപാട് മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇനി അറസ്റ്റിലേക്ക് നീങ്ങുമല്ലോ. അപ്പോൾ മറ്റേ പാർട്ടി മൊത്തത്തിൽ പിണറായി വിജയന്റെ പിന്നാലെ നിൽക്കുന്നു പ്രതിരോധം തീർക്കാൻ. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് ഇതെന്ന് ബാലനും ഒക്കെ പറഞ്ഞല്ലേ. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെങ്കിൽ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം പാർട്ടി. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് രാഷ്ട്രീയം വരുന്നത്? ഇപ്പൊ അത് രാഷ്ട്രീയ പ്രശ്നമായി പാർട്ടി കാണുന്നു. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് കേന്ദ്രവും കൈകാര്യം ചെയ്യുന്നത് ശരിയാണെന്നല്ലേ അല്ലേ വിചാരിക്കേണ്ടത്? അങ്ങനെയല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നതിൻ്റെ അകത്തൊന്നും കാര്യമില്ല. ഇനിയിപ്പം മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ചെല്ലും, ഇത് അറസ്റ്റിലേക്കും പോവും. 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു വഞ്ചന കേസാണിത്. അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഈ വീണ വിജയന് ഒരു സംരക്ഷണം ഏർപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേതാക്കളെ രംഗത്തേക്ക് ഇറക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ശരിക്കും ആദ്യം പറഞ്ഞാൽ 2 കമ്പനികൾ തമ്മിലുള്ള കേസിൽ എന്തിനാണ് ഈ പാർട്ടിയുടെ ഒരു കണക്ഷൻ അതിനകത്ത് കൊണ്ടുവരുന്നത്? കോടിയേരി കാണിച്ചതുപോലെ സുതാര്യമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ പോരെ, അതിനുള്ള ധൈര്യം കാണിക്കണ്ടേ കേരള മുഖ്യമന്ത്രി? ഇപ്പോഴും അവർക്ക് പറയാമല്ലോ ഇത് 2 കമ്പനികൾ തമ്മിലുള്ള കേസാണെന്ന്. സത്യത്തിൽ 2 കമ്പനികൾ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് KSIDC ഒക്കെ ഇല്ലേ, ഷെയർ ഉണ്ടല്ലോ. കർത്തായുടെ സ്ഥാപനത്തിൽ KSIDCക്ക് ഓഹരിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുമൊക്കെ വേറെയും, അതായത് നമ്മുടെ പൊതുമേഖലാ കമ്പനികൾ പോലും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. അവരും ഈ എക്സാലോജിക്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരും ഹൈക്കോടതിയിലൊക്കെ കേസിനൊക്കെ പോയിരുന്നല്ലോ, ഇത് റദ്ദാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട്. കർണാടകയിൽ കൊണ്ടുപോയി എക്സാലോജിക്ക് വീണ കേസ് കൊടുത്തിരുന്നു, അതും റദ്ദാക്കപ്പെട്ടു. ഡൽഹിയിലെ കേസിലും ഇവർ വിചാരിച്ചിരുന്ന റിലീഫൊന്നും കിട്ടിയില്ല. കർത്താ കൊണ്ടുപോയി കേസ് കൊടുത്തത് അനുകൂലമായി വിധി കിട്ടിയിരുന്നെങ്കിൽ വീണ എക്സാലോജിക്കൊക്കെ രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെയും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഇത് 2 കമ്പനികൾ തമ്മിലുള്ള കേസ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് പൊതുമേഖലാ സ്ഥാപനം കൂടി ഇൻവോൾവ് ആണെന്നൊക്കെ വന്നതാണ്. അപ്പോൾ പാർട്ടി ഇപ്പോൾ ആദ്യ നിലപാടിൽ നിന്ന് പ്ലേറ്റ് മാറ്റി. 2 കമ്പനികൾ തമ്മിലുള്ള കേസ് അല്ലാന്ന് വന്നു. മകൾ അറസ്റ്റിലാവും, മുഖ്യമന്ത്രിയുടെ മകൾ അറസ്റ്റിലാവും എന്ന് വന്നപ്പോൾ ഇത് രാഷ്ട്രീയ കേസായി പാർട്ടി കാണാൻ തുടങ്ങി. ഇന്ന് KN ബാലഗോപാൽ, P രാജീവ്, MA ബേബി എല്ലാവരും മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു. അവിടെ നിന്ന് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നവർ എല്ലാവരും ഈ
തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ പോലെ ആരോ പഠിപ്പിച്ച പോലെ നമ്മളുടെ നിലപാട് ഇതാണെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചതുപോലെ ആണ് അവരെ അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ചാനലുകളോട്. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസെന്ന് അവർക്ക് നിലപാടുണ്ടെങ്കിൽ രാഷ്ട്രീയമായി തന്നെയും കൂടി, ഇതിപ്പോൾ നിയമപരമായിട്ടാണ് കൈകാര്യം ചെയ്തു പോകുന്നത്, രാഷ്ട്രീയമായി കൂടി കൈകാര്യം ചെയ്യാൻ കേന്ദ്രത്തിനും ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ, അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഇനിയെങ്കിലും ഇവരിപ്പം നല്ല നിലപാടിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണം, അങ്ങനെ ഇതിന് എൻ്റെ മകളുടെ കമ്പനിയായിട്ടുള്ള കേസാണ്, ഇങ്ങനെ രാഷ്ട്രീയ പ്രേരിതമൊന്നുമല്ല, അതിനകത്തേക്ക് ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് ആർജവമുള്ളൊരു നിലപാട് സ്വീകരിക്കുമോ? അങ്ങനെ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചില്ല എന്നുള്ളതാണല്ലോ വ്യക്തം ആവുന്നത്. കാരണം പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിൻ്റെ അകത്ത് അദ്ദേഹമുണ്ട്. അദ്ദേഹം ഈ എം എ ബേബിക്കാണെങ്കിൽ ഇനി സെക്രട്ടറി ആയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എം എ ബേബി കുറച്ചൊക്കെ ആക്കുന്നെങ്കിലും ഇപ്പം അതിൻ്റെ ഭാഗമായി. അപ്പോൾ എല്ലാവരും ഒരേ വാചക പറഞ്ഞിരിക്കുന്ന കെ ശൈലജയും പറഞ്ഞു ഇത് എല്ലാവരും പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഒറ്റ സാധനം ശൈലജയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ PB-യിലേക്കോ സെലക്ട് ചെയ്യപ്പെടാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ വാക്ക് അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ ഒരു നിലപാട് ഇതാണ് എന്ന് എല്ലാവരെയും ബ്രീഫ് ചെയ്തിട്ട് നിങ്ങളോട് ആര് ചോദിച്ചാലും ഇത് പറയണം. അതാണല്ലോ ഈ പാർട്ടി. ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പണ്ട് പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലേ? അതാണ് പാർട്ടി ഒരു തീരുമാനം എടുത്തു, 2 കമ്പനികൾ തമ്മിലുള്ള കേസാണെന്നുള്ള നിലപാട് മാറ്റി ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.